ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനിയും ഇയാൾ ഇവിടെ നിന്ന് നാവാടിയ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടറെ ഭീഷണിപ്പെടുത്തി എന്നുള്ള ഒറ്റ കുറ്റത്തിന് ഞാൻ ഇയാളെ പിടിച്ച് അകത്തിട്ടെന്ന് വരും. നമുക്ക് വീണ്ടും കാണേണ്ടി വരും. ശരി, കാണാം. ഹലോ ഹലോ. ആ സാറേ സാറേ, വണ്ടി ഒന്ന് മാറ്റിയിടോ. മാഡത്തിന് ഇപ്പൊ വണ്ടി എടുക്കേണ്ടി വരുമേ. ഇറ്റ്സ് ഓക്കെ, ഞാനിപ്പോ വരാം. ആ താക്കോലം കൊടുത്താ മതി, അവൻ മാറ്റിയിട്ടോളൂ. താക്കോലിട്ടോ. ദാ. എന്നാ യവനൊക്കെ നിർത്തേണ്ടത് നിർത്തണം. താക്കോൽ എറിഞ്ഞു കൊടുത്തവന് പിടിച്ചില്ല. നമുക്കെന്താ, പോവാൻ പറ. മേ കം ഇൻ മാഡം? യെസ്. വരൂ. മാഡം, ഇത് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് കൊടുങ്ങാനൂർ ദിവാകരൻ സാറ്. ഇരിക്കും. ഇരിക്കണം സാർ. എന്താ ജോൺ, എന്താ ഈ വരവിന്റെ ഉദ്ദേശം? മാഡം, ഫ്ലാറ്റിന്റെ കാര്യത്തിനൊരു തീരുമാനം. അതിന് ഞാൻ എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കിയതാണല്ലോ ജോൺ. പിന്നെ അതിന്റെ പേരിലൊരു സംസാരം അത് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംസാരം വേണമെന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് ആ ഫ്ലാറ്റ് അവിടെ വേണമെന്നുണ്ട്. എന്റെ അനുമതിയോടെ അതവിടെ പണിയില്ല. ഇനി നിങ്ങൾക്കതവിടെ കെട്ടിപ്പൊക്കിയേ മതിയാവൂ എന്നാണെങ്കിൽ ശ്രമിച്ചു നോക്കൂ. ഞാനും ശ്രമിച്ചു നോക്കാം അതവിടെ ഉയരാതിരിക്കാൻ. നിങ്ങളെന്താ മാഡം വ്യവസായം വളരാൻ അനുവദിക്കില്ലേ? നിങ്ങളെപ്പോലുള്ള ബ്യൂറോക്രാറ്റുകളാണ് ഇവിടെ നശിപ്പിക്കുന്നത്. ഈ ഫ്ലാറ്റ് ഇവിടെ ഉയരുകയാണെങ്കിൽ എത്ര ആൾക്കാർക്കാണ് അന്നമായി മാറുക എന്നുള്ളത് അറിയാമോ? നിങ്ങളടക്കം 3-4 പേർക്ക് ആജീവനാന്തം അന്നമായി തീരാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെ എതിർക്കുന്നത്. കടൽ കടന്നുപോയി നാട്ടിലൊരു ഫ്ലാറ്റ് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രവാസികൾക്ക് അറിയില്ലല്ലോ ഭാവിയിൽ അതിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ചതിക്കുഴികളുണ്ടെന്ന്. ഭാവിയിൽ പൊളിച്ചു കളയാൻ പാകത്തിന് കെട്ടിപ്പൊക്കുന്ന ഈ ഫ്ലാറ്റ് കച്ചവടം കൊണ്ട് നിങ്ങൾ എന്ത് വ്യവസായമാണ് ഇവിടെ വളർത്താൻ ശ്രമിക്കുന്നത്? വ്യവസായം വളർത്തുന്നില്ലെന്ന് തൊണ്ടകേറി അങ്ങ് പറഞ്ഞല്ലോ. സംസ്ഥാനത്ത് വ്യവസായം മുരടിച്ച് എത്ര സ്വകാര്യ കമ്പനികളാണ് തുറന്നു പ്രവർത്തിക്കാനുള്ള ഒരു സമ്മതപത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് അറിയാമോ? എത്ര സ്വകാര്യ വ്യക്തികളാണ് തങ്ങളുടെ ബിസിനസ്സും കൊണ്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറി പാർത്തതെന്നറിയാമോ? എത്രയെത്ര ഗവൺമെന്റ് സബ്സിഡിയിൽ വാങ്ങിക്കൂട്ടിയ മിഷനറികളാണ് തുരുമ്പെടുത്ത് മണ്ണിൽ ഇരുമ്പ് സമ്പത്തും ധാന്യ സമ്പത്തും കൂട്ടി കെട്ടിക്കിടക്കുന്നതെന്ന് അറിയാമോ? ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് വ്യവസായം വളർത്തുന്നില്ല എന്ന് എത്ര ലാഘവത്തോടെയാണ് നിങ്ങൾ പറഞ്ഞത്? വിളിച്ചു വരുത്തിയുള്ള ഈ അപമാനത്തിന് കനത്ത വില തന്നെ കളക്ടർ കൊടുക്കേണ്ടി വരും. നിങ്ങൾ ഇവിടെ വന്ന് കാണിച്ച ഈ വില കുറഞ്ഞ പരിഹാസ നാടകത്തിന് തറ ടിക്കറ്റിന്റെ വില പോലും കളക്ടർ ശാലിനി വിഷ്ണു തരില്ല. പിന്നെയല്ലേ കനത്ത വില. മിസ്റ്റർ ജോൺ എബ്രഹാം, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി നേരിട്ട് പറയണം. അല്ലാതെ ഇതുപോലുള്ള സംസ്കാരശൂന്യരായ മീഡിയേറ്ററുകളുടെ സഹായവുമായി ഇനി എന്റെ ക്യാബിനിലേക്ക് ഒരിക്കൽ കൂടി വന്നാലുണ്ടല്ലോ, ദേ ഈ ശാലിനി വിഷ്ണു ആരാണെന്ന് നിങ്ങൾ അറിയും. ഇത് തീക്കളിയാണ്. ഈ തീ കാട്ടുതീയാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ചില സെക്കൻഡുകൾ മതി.
നിങ്ങൾക്ക് ചിലപ്പോ ഇത് കാട്ടുതീയായിട്ടൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ എനിക്കിത് ഈ ഇരുട്ടത്ത് കത്തിച്ചു പിടിച്ചു വരുന്ന പഴയ കുറ്റിച്ചൂട്ടില്ലേ, അത്രേ ഉള്ളൂ. കാണാം. ഇനിയും ഇയാൾ ഇവിടെ നിന്ന് നാവാടിയ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടറെ ഭീഷണിപ്പെടുത്തി എന്നുള്ള ഒറ്റ കുറ്റത്തിന് ഞാൻ ഇയാളെ പിടിച്ച് അകത്തിട്ടെന്ന് വരും. നമുക്ക് വീണ്ടും കാണേണ്ടി വരും. ശരി, കാണാം. വിഷ്ണുവിന് മകളാ സത്യ. അലമാര തന്നെ വയ്ക്കാം. ഭാമ വീട്ടാവശ്യത്തിന് കാശെടുക്കുന്നത് ഈ അലമാര തുറന്നാണല്ലോ. നോക്കുമ്പോഴേ കാണുന്ന ഭഗവാനെ, വിഷ്ണുവിന്റെ മോളാ സത്യ. ഈ സന്തോഷ വാർത്ത എന്റെ ഭാമ വരുമ്പം തന്നെ അറിയണം. അല്ല, അവളെത്ര വൈകുന്നേ? കാണുന്നില്ലല്ലോ. അല്ല, ഭാമേന്ത്യേ? സത്യാമ്മ പിന്നാലെ വരുന്നുണ്ട്. ആ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എന്തോ പറയാനായി വഴി പിടിച്ച് നിർത്തിയിരിക്കുക. ഞാനിങ്ങി പോന്നു. മറന്നു പോകുന്നതിന് മുമ്പ് ഈ കാര്യം കൈയോട് പറയണം. ഭാമയുടെ സന്തോഷം നേരിട്ട് കാണുകയും ചെയ്യാം.